അടിപൊളിയായിരുന്നു. വെരി ഗുഡ്. നല്ല കൈയ്യടി കൊടുക്ക്. യെസ്, ഒന്നുകൂടി ഇരിക്കുന്നു. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും നമ്മളൊരു ചെറിയ ഗെയിം ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഗെയിമിൽ വിജയിക്കുന്ന ടീമിന് കിട്ടാൻ പോകുന്നത് 10,000 പോയിന്റ് ആണ്. നമ്മുടെ ഒരു കോയിൻ എത്ര വശമുണ്ട്? ഒരു കോയിൻ എത്ര വശമുണ്ട്? ഏതാ? ഓടിവാ മോനെ, മോള് തന്നെ വാടാ ഇങ്ങോട്ട്. കൈയടിക്ക്. ഗേൾസിന്റെ ടീമിന് കിട്ടുന്നു 1000 പോയിന്റ്. യെസ്, എത്ര വശമുണ്ട്? ഏതൊക്കെയാണ് അതറിയോ? ഓക്കെ, വെരി ഗുഡ്. നല്ല കൈയടി. ഇവിടെ ആരാ? ഓടിവാ. നോർത്ത് സൗത്തോ? വെരി ഗുഡ്. നിന്റെ ഏത് കോയിനാണോ നോർത്ത് സൗത്തോ ഉള്ളത്? ഓക്കെ, ഏതൊക്കെയാ? ടോസ് ഇടുന്ന കാര്യം പറഞ്ഞതാ. ഹെഡിന്റെ നല്ല കൈയടി. 1000 പോയിന്റ്. ഇപ്പൊ ഹെഡിന്റെ ഇതൊരു ഗെസ് ഗെയിം ആണ്. എന്താണ്? ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛനെ കണ്ടോ? അച്ഛൻ കോയിൻ ടോസ് ചെയ്യും. കോയിൻ ടോസ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യും. നിങ്ങൾ ഗസ് ചെയ്യണം ഹെഡാണോ ടെയിലാണോ. അപ്പോ നിങ്ങള് ഒന്ന് പറഞ്ഞേ. റെഡി? സാർ ഒന്ന് ടോസ് ചെയ്തേ. യെസ്. ആര് പറയുന്നു? നിങ്ങളൊന്ന് ഉറക്കം പറഞ്ഞു. എന്താണ്? ചിലർ ഹെഡ് എന്ന് പറഞ്ഞു, ചിലർ ടെയിൽ എന്ന് പറഞ്ഞു. അത് ഹെഡാണ്. അപ്പൊ ടെയിൽ പറഞ്ഞവരെല്ലാം എന്ത് ചെയ്യും? ഔട്ടാവും. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇനി പറയുന്നില്ല, ആക്ഷൻ കാണിക്കാൻ പോവാം. അതായത് ഹെഡ് ആണെങ്കിൽ നിങ്ങൾ വാ തുറക്കരുത്, നിങ്ങളുടെ 2 കൈയുടെ തലയിലോട്ടങ്ങ് വെക്കണം. ടെയിൽ ആണെങ്കിൽ നിങ്ങളുടെ 2 കൈയുടെ അരയിലോട്ട് വെക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഹെഡ് ആണെങ്കിൽ ടെയിൽ ആണെങ്കിൽ എല്ലാരും എണ്ണീച്ചോ, സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് ഹെഡ് ഓർ ടെയിൽ. വിടരുത്. തലയിലോർ അരയില്. ഹെഡ് ഓർ ടെയിൽ വെച്ചോ. മിണ്ടരുതെന്ന്. യെസ്. അപ്പോൾ ട്രയൽ ഇല്ല, പെട്ടെന്ന് പോവുകയാണ്. ഇതിനകത്ത് കണ്ടിരിക്കുന്ന ചിലര് ഇതൊന്നും പാടില്ല. എവിടെയെങ്കിലും ഒരിടത്ത് വെക്കണം. റെഡി? 1 2 3 ഗോ. ഇതിനകത്ത് കാണുന്നത് ടെയിലാണ്. ഹെഡ് വെച്ചവരിരി. നീ ഹെഡാടാ വെച്ചേ. ഇരി സാറേ, ഒന്നുകൂടെ ഹെഡ് വെച്ചവരിരി. തല മോനെ ഇരിയടാ. യെസ്. ട്രയൽ ഇല്ല. റെഡി? 1 2 3 ഗോ. ഹെഡ് ഓർ ടെയിൽ. വേഗം. ഇരിക്ക് മക്കളെ, ഇരുന്നേ. മോനെ ഇരിയടാ. ഇരിയടാ. ഹെഡ് ഓർ ടെയിൽ. പെട്ടെന്ന്. റെഡി? റെഡി? 1 2 3 ഗോ. ഹെഡ്. ടെയിലുകാരിയിരിക്കുന്നു. സാറേ, അടുത്ത ടോസ് ചെയ്തോ. ഒന്നുകൂടെ വേഗം. ഹെഡ് ഓർ ടെയിൽ. പെട്ടെന്ന് വെക്കടാ. യെസ്. ഇപ്പൊ ഹെഡ് ഓർ ടെയിൽ വീണ്ടും. സാറേ ഒന്നുകൂടെ കാണിച്ചേ. ഇപ്പൊ ഞാൻ പറയാൻ പോവാണ്. ഇതിനകത്ത് കാണുന്നത് മറ്റൊന്നുമല്ല. എവിടെ വെക്കുന്നേ? ഇതിനകത്ത് കാണുന്നത് മറ്റൊന്നുമല്ല, ടെയിലാണ്. ഹെഡ് വെച്ച് ഹെഡേലല്ല കൈവച്ചേ. എവിടെ കൈവച്ചേ? മോൻ എവിടെ കൈവച്ചേ? ആണോ? ഓക്കെ, വീണ്ടും പോകുന്നത് ഹെഡ് ഓർ ടെയിൽ. യെസ്. അപ്പൊ നമ്മൾ എല്ലാവരോടും നോക്കാൻ പോവുകയാണ്. മക്കളെ, ആര് ജയിക്കും? ബോയ്സ് പറയുന്നു ബോയ്സ്, ഗേൾസ് പറയുന്നു ഗേൾസ്. നമുക്ക് നോക്കാം. റെഡി? 1 2 3 ഗോ. സാറേ ടോസ് ചെയ്ത് ഹെഡ് ഓർ ടെയിൽ. എല്ലാരും നോക്കിക്കോണേ, പാ തുറക്കരുത്. റെഡി? 1 2 3 ഗോ. ഞാൻ അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നു. ഇതിനകത്ത് കാണുന്നത് ഹെഡാണ്. ടെയിൽ വെച്ചവർ പോകുന്നു. വീണ്ടും ടോസ് ചെയ്യുന്നു. പെട്ടെന്ന് ടോസ് ചെയ്യുന്നു. ഹെഡ് ഓർ ടെയിൽ. വേഗം. ഇതിനകത്ത് കാണുന്നത് ഹെഡാണ്. ടെയിൽ വെച്ചവരെല്ലാം പോകുന്നു.
മക്കളെ, നമ്മൾ പെട്ടെന്ന് പോവുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത് ഇന്നൊരു വിശിഷ്ട അതിഥി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ? യെസ്. അപ്പോ നമ്മള് നമ്മുടെ വിശിഷ്ട അതിഥിയെ വിളിക്കാനായിട്ട് പോവുകയാണ്. ഇന്നലെ നമ്മളൊരു വെൽക്കം ക്ലാപ്പ് പഠിച്ചില്ലായിരുന്നോ? വെൽക്കം ക്ലാപ്പ് ചെയ്യാം. എങ്ങനെയാണ്? റെഡി, 1 2 3 ഗോ. വെൽക്കം ബ്രൂണി. നമ്മുടെ ബ്രൂണിയാണ് വരുന്നത്. അപ്പൊ ബണ്ണിയാണ് വരുന്നത്. സോറി, നമ്മുടെ ബണ്ണിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റെഡി, 1 2 3 ഗോ. വെൽക്കം ബണ്ണി. ഒന്നുകൂടെ ഉറക്കെ. ഇവിടെ നോക്കിക്കാണ്, ഡിസ്പ്ലേ നോക്കിക്കാണ്. ബണ്ണി നല്ല കയ്യടിയടാ. ഇങ്ങോട്ട് കയ്യടി. ഇരിക്കും. യെസ്, നമ്മുടെ ബണ്ണി വരുന്നു. നല്ല കയ്യടി. ആരും എണ്ണിക്കല്ലേ? ഇരിക്കും. കയ്യടി. ആരും വരരുത്. മൈനസ് അടിക്കും. ആരും വരരുത്. ഇരുന്നു. അങ്ങനെ നമ്മുടെ പണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. പണ്ണിച്ചേട്ടൻ നല്ലൊരു കൈയടി. എല്ലാരും നല്ലൊരു കൈയടി. യെസ്. അപ്പൊ പണ്ണിച്ചേട്ടൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. പണ്ണിച്ചേട്ടനോട് ഓക്കെ, പണ്ണിച്ചേട്ടൻ നല്ല കൈയടി കൊടുക്കണം മക്കളെ. മക്കളെ, ഒന്നുകൂടെ ഒരു നല്ല കയ്യടിയോടെ നമ്മുടെ പണ്ണിച്ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നല്ല കയ്യടി. യെസ്. അപ്പോ നമ്മള് പണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. പണ്ണിച്ചേട്ടനോട് നമുക്ക് ചില ചോദ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. പണ്ണിച്ചേട്ടാ, ഹായ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടോ? ഓ, പണ്ണിച്ചേട്ടന് മലയാളം അറിയത്തില്ല. പണ്ണിച്ചേട്ടൻ പറയുന്ന ആർക്കെങ്കിലും ഒന്ന് തർജ്ജിമ ചെയ്യാവോ? ഇവിടെ വാടാ. പണ്ണിച്ചേട്ടാ, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? പറയണം അങ്ങോട്ട്. അന്ന് മനസ്സിലായാലും പിന്നെ എന്നാത്തിന് എണ്ണിച്ചു വന്നേ. അപ്പോ യെസ്, നമ്മുടെ ബണ്ണിച്ചേട്ടനെ നമ്മളൊന്ന് പറയൂ. ബണ്ണിച്ചേട്ടാ, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടോ? ഓ, ബണ്ണിച്ചേട്ടൻ പറയുന്നത് പിള്ളേർ അടിപൊളിയാണ്. ബണ്ണിച്ചേട്ടൻ ഇതിനു മുമ്പ് ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ, ബണ്ണിച്ചേട്ടൻ പറയുന്നത് ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല. മണക്കാലയിലെ കുഞ്ഞുങ്ങൾ അടിപൊളിയാ. ബണ്ണിച്ചേട്ടാ, കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഓ, അത് ഹോലിയാ. ഓ, ബണ്ണിച്ചേട്ടൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാം ഹാപ്പിയാണോ എന്നാ. ബണ്ണിച്ചേട്ടൻ അവർ ഒത്തിരി ഹാപ്പിയാണെന്നാ പറയുന്നത്. വേറെ എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? ഓ, ഇവരുടെ ആക്ഷൻ സോങ് ചേട്ടന് കാണണോ? ആക്ഷൻ സോങ് ചേട്ടന് കാണുമെന്ന്. നിങ്ങൾ ആക്ഷൻ കളിക്കുവോ? ഓക്കെ. ബണ്ണിച്ചേട്ടാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അടിപൊളി കുഞ്ഞുങ്ങളാ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ശിവസാരം പറഞ്ഞല്ലോ, ഇതുപോലൊരു പിള്ളേരെ എവിടെയും കാണാൻ പറ്റത്തില്ല. ഇവര് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് അനുസരിക്കുന്ന മണക്കാലയുടെ മുത്തുകളാ. കയ്യടിയടാ. ബണ്ണിച്ചേട്ടൻ ഒരു ആക്ഷൻ കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് ബണ്ണിച്ചേട്ടന്റെ കൂടെ ഒന്ന് ആക്ഷൻ ചെയ്താലോ? ആർ യു റെഡി? ബോയ്സ് മാത്രം പറയുന്നു. ആർ യു റെഡി? ഗേൾസ് മാത്രം പറയുന്നു. ആർ യു റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ബണ്ണിച്ചേട്ടനോട് കൂടി ഒരുമിച്ച് ആക്ഷൻ കളിക്കാൻ പോവുകയാണ്. എല്ലാരും എണ്ണിച്ച് കഴിക്കുന്നു. മോനെ, ചിറകടിച്ചുയരും കാലം പാട്ട്.
പറക്കും കാലം, ഇത് ചിറകടിച്ച് ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതായി ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് എന്മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. வனாந்தரத்தை சுட்டும் நாட்கள் முடிந்து விட்டது, மதில்களை நான் தாண்டும் நேரம் வந்து விட்டது. வனாந்தரத்தை சுட்டும் நாட்கள் முடிந்து விட்டது, மதில்களை நான் தாண்டும் நேரம் வந்து விட்டது. உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவே. உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுமே. மேலே உயரே 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 நான் பறப்பேன், உயரே 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 நான் பறப்பேன், உயரே 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 நான் பறப்பேன், உயரே 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 நான் பறப்பேன். உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவே. உன்னதரின் மகிமை என் மேல் உதித்ததால் சிறகடித்து பறந்திடுவே. மேலே உயரே 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 நான் பறப்பேன், உயரே 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 நான் பறப்பேன், உயரே 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 நான் பறப்பேன், உயரே ഉയരെ ഉയരെ ഞാൻ പറപ്പേൻ. വെരി ഗുഡ്, നല്ല കയ്യടി. ഒരു പാട്ടുകൂടെ നമ്മൾ ചേർന്ന് ആക്ഷൻ കളിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഒറിജിനൽ പോലും തോറ്റുമടങ്ങും. ആ പാട്ടിനോട് നമ്മൾ ആക്ഷൻ കളിക്കാൻ പോകുന്നു. ബൈക്കിലോട്ട് ബൈക്കിലോട്ട്. ഓക്കെ, റെഡി, 1 2 3 ആൻഡ് ഗോ. മ്യൂസിക്. വല്ലാത്ത കാലമാ നീ നേരെ ചുവടെ പൊക്കോണേ. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ നീ
വൗ 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 അകമേ മുഴുവൻ അയ്യയ്യോ പുറമേ കണ്ടാൽ വൗ 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 അകമേ മുഴുവൻ അയ്യയ്യോ പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം അയ്യോ 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 നാണം ഞാൻ നാണം കെട്ടല്ലോ വല്ലാത്ത കാലമാനി നേരെ ചൊവ്വേ പൊക്കോണേ വല്ലാത്ത കാലമാനി നേരെ ചൊവ്വേ പൊക്കോണേ നല്ലതു നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം നല്ലതു നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം ബുദ്ധി മാത്രം പോരാ അതിനൻ ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിനൻ ദൈവകൃപയും വേണം ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ബുദ്ധി മാത്രം പോരാ അതിനൻ ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിനൻ ദൈവകൃപയും വേണം വല്ലാത്ത കാലമാനി നേരെ ചൊവ്വേ പൊക്കോണേ വല്ലാത്ത കാലമാനി നേരെ ചൊവ്വേ പൊക്കോണേ വല്ലാത്ത കാലമാ നേരെ ചൊവ്വേ പൊക്കോണേ ബോല യേശു മസീഹി ബോല യേശു മസീഹി എല്ലാരും പോയിരിക്കുന്നു മക്കളെ പോയിരുന്നു വോളണ്ടിയേഴ്സ് മക്കളെ ഇവരെ ഒന്ന് പറഞ്ഞു വിട്ടേ കുഞ്ഞുങ്ങളെ പിടിച്ച് തിരിച്ചിരുത്തി യെസ് മക്കളെ ബ്രൂണിച്ചേട്ടൻ ഇന്ന് ബണ്ണിച്ചേട്ടൻ സോറി പുള്ളി എന്നെ അടിക്കാൻ വരുന്നു സോറി ബണ്ണിച്ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ബണ്ണിച്ചേട്ടാ പൊളിയല്ലേ പറഞ്ഞു കേട്ടതിലും അടിപൊളിയല്ലേ ഓ ബണ്ണിച്ചേട്ടൻ പറയുന്നു പറഞ്ഞപ്പോ ഇത്രയും വിശ്വസിച്ചില്ല അടിപൊളിയാന്ന് ബണ്ണിച്ചേട്ടാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് കണ്ടല്ലോ അവർക്ക് പോയിന്റ് കൊടുക്കണം എത്ര പോയിന്റ് കൊടുക്കും ബോയ്സിന് എത്ര കൊടുക്കും ഓ 10,000 പോയിന്റ് ഗേൾസിനോ 10,000 പോയിന്റ് വെരി ഗുഡ് ദൈവം അനുഗ്രഹിക്കട്ടെ മടിച്ചേട്ടാ വളരെ താങ്ക് യു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു നല്ല കൈയ്യടി ഒന്നുകൂടെ യെസ് ഓവർ ടു ഷിബു സാർ അപ്പൊ നമുക്ക് നല്ലൊരു അപ്പോൾ നമ്മുടെ ബണ്ണി അങ്കിളിന് ഇനി മറ്റൊരു പ്രോഗ്രാം കൂടി ഉണ്ട് വിഷമമുണ്ടോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ കരയുന്നുണ്ട് പോണോ വേണ്ടായോ പക്ഷെ അങ്കിളിന് പോയേ പറ്റൂ പറഞ്ഞേ അങ്കിളെ പോയിട്ട് വരണേ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഓ കഷ്ടം അങ്കിളെ ഒരു കാര്യം ചെയ്യാം അടുത്ത വർഷം വരാമോ അങ്കിളിന് ഇവരോട് പറയാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒന്നുകൂടെ ഓക്കെ ആ ബണ്ണി പറയുന്നത് നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഡാൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് പോയിന്റ് കൊടുക്കുന്നുണ്ടോ ടൈമിൽ എന്നാലൊരു പോയിന്റ് കൊടുക്കാമോ എന്ന് അവർ ചോദിക്കുന്നത് പോയിന്റ് സൂപ്പർ വോയിസ് എത്ര പോയിന്റ് കൊടുത്തു ഓക്കെ അപ്പം അവരോട് എന്തെങ്കിലും ഒന്ന് ലാസ്റ്റ് ഒന്ന് പറയാനായിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാമോ അവരെങ്ങനെ യെസ് ബണ്ണി പറയുന്നത് നിങ്ങൾ നന്നായി പഠിക്കണം റെഡിയാണോ പഠിക്കുമോ ഓക്കെ നിങ്ങൾ ബൈബിൾ വായിക്കണം എത്ര പേര് ബൈബിൾ വായിക്കും യെസ് സമയമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് വന്ന് കിടക്കുകയാണ് അപ്പൊ നമുക്കൊരു നല്ല താങ്ക് യു ക്ലാപ്പ് കൊടുക്കാം THANKU താങ്ക് യു ബണ്ണി മ്യൂസിക്
മ്യൂസിക് മ്യൂസിക് യെസ് 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 നല്ലോണം കൈയടിക്കുന്നു യെസ് മ്യൂസിക് 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 பல 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 பலக்கும் ஏஐ ஜன்னு நாங்க கல 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 கலக்கும் ஏஐ ஜன்னு பல 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 பலக்கும் ஏஐ ஜன்னு நாங்க கல 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 கலக்கும் ஏஐ ஜன்னு புதுசா புதுசா கண்டுபிடிப்போம் இந்த வேர்ல்ட அதிர வைப்போம் ஆர்டிஃபிஷியல் ரோபோ செய்வோம் ചന്ദ്രയാൻ 3 സക്സസ് பண்ணுவோம் നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ച് ശ്രദ്ധയൊക്കെ ആ കാൽവറി ക്രൂശിലേക്ക്. നിങ്ങൾക്ക് പകരം വേദന സഹിച്ച വേറെ ആരുമില്ല. ലോകത്തിലേക്ക് നോക്കിയേ, നിങ്ങൾക്ക് പകരം മരിച്ചവരാരുമില്ല, നിങ്ങൾക്ക് പകരം ജീവൻ നൽകിയവരാരുമില്ല. യേശു മാത്രമോ, ഓൺലി ജീസസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ യോഗ്യരായി ലോകത്തിൽ വേറെ ആരുമില്ല, യേശു മാത്രമാണ്. കൂട്ടുകാരെ, മോനെ, മോളെ, ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന സമയങ്ങൾ. എല്ലാ കണ്ണുകളും അടയട്ടെ. ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. ആമീൻ. പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് ദൈവം, യേശു നിങ്ങളെ തൊടാൻ പോകുക. ശാരീരിക രോഗത്തിന് ആമീൻ അടിമപ്പെട്ട ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ യേശു നിങ്ങളെ തൊടാൻ പോകുക. കർത്താവ് സൗഖ്യമാക്കാൻ പോകുക. സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചേർന്ന് പാടാം, ചേർന്ന് പാടാം, ചേർന്ന് പാടാം. പുതിയൊരു സൃഷ്ടിയായി എന്നെ പണിയണേ യേശുവേ. പുതിയൊരു മകനാക്കി എന്നെ ഒരുക്കണേ യേശുവേ. പുതിയൊരു സൃഷ്ടിയായി എന്നെ പണിയണേ യേശുവേ. പുതിയൊരു മകളാക്കി എന്നെ ഒരുക്കണേ യേശുവേ. നിന്നെ പിരിഞ്ഞിനി വേറൊന്നും വേണ്ട. കൊതിയോടെ ഞാൻ ഇതാ വന്നിടുന്നു. നിന്നെ പിരിഞ്ഞിനി വേറൊന്നും വേണ്ട. കൊതിയോടെ ഞാൻ ഇതാ വന്നിടുന്നു. നിന്റെ മാർവിൽ ഞാൻ ചാരിടുന്നു. നിന്നിൽ ചേർന്നു ജീവിക്കുന്നു. നിന്റെ മാർവിൽ ഞാൻ ചാരിടുന്നു. നിന്നിൽ ചേർന്നു ജീവിക്കുന്നു. ഞാൻ കൈകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് പകരം അവന്റെ കരങ്ങളിൽ ആണി തറക്കട്ടെ. ഞാൻ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചതിന് പകരം അവന്റെ കാലുകളിൽ ആണി തറക്കട്ടെ. എനിക്ക് പകരം സ്നേഹം എന്നെ തേടി വന്നു. Thank you, Jesus. നിനക്കായി ഞാൻ ജീവിക്കുന്നു. ചേർന്ന് നിൻ സ്നേഹം എന്നെ തേടി വന്നു. നിനക്കായി ഞാൻ ജീവിക്കുന്നു. വിട്ടു പിരിയാൻ കഴിവതില്ല. യേശുവേ, അങ്ങിൽ നിന്നും വിട്ടു പിരിയാൻ കഴിവതില്ല. യേശുവേ,
ചേർന്നു ജീവിക്കുന്നു. നിന്റെ മാർവിൽ ഞാൻ ചാരിടുന്നു. നിന്നിൽ ചേർന്നു ജീവിക്കുന്നു. ക്രൂശിൽ എനിക്കായി മരിച്ചവൻ, എൻ പാപങ്ങളെ ചുമന്നവൻ. ക്രൂശിൽ എനിക്കായി മരിച്ചവൻ, എൻ പാപങ്ങൾ ചുമന്നവൻ. ക്രൂശിൽ എനിക്കായി മരിച്ചവൻ, എൻ പാപങ്ങൾ ചുമന്നവൻ. അങ്ങേ മറന്ന് ജീവിതം വേണ്ട. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങേ മറന്ന് ജീവിതം വേണ്ട. അങ്ങേ ഞാൻ ആരാധിക്കുന്നു. നിന്നെ പിരിഞ്ഞിനി വേറൊന്നും വേണ്ട. നമ്മുടെ കരങ്ങൾ ഒന്ന് പൊക്കി പിടിച്ച്, ഇതാ നിങ്ങളുടെ കരങ്ങൾ ഒന്ന് പൊക്കി പിടിച്ച്. നിന്നെ പിരിഞ്ഞിനി വേറൊന്നും വേണ്ട. കൊതിയോടെ ഞാൻ ഇതാ വന്നിടുന്നു. നിന്റെ മാർവിൽ ഞാൻ ചാരിടുന്നു. നിന്നിൽ പുറകെ നിൽക്കുന്നവരെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ മേൽ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, അധ്യാപകരൊക്കെ നിന്റെ മാർവിൽ ഞാൻ ചാരിടുന്നു. നിന്നിൽ ചേർന്നു ജീവിക്കുന്നു. സമ്പൂർണ്ണമായി സമർപ്പിക്കും. കണ്ണുകളെല്ലാവരും അടച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പുത്രനായി മാറിയത് മനുഷ്യന്റെ പുത്രന്മാരെ ദൈവത്തിന്റെ പുത്രന്മാരായി മാറ്റാൻ, മരണമില്ലാത്ത, സെമിത്തേരികളില്ലാത്ത, ഓൾഡ് ഏജ് ഹോമുകളില്ലാത്ത, പട്ടിണിയില്ലാത്തൊരു രാജ്യത്ത് നിന്നും അവൻ വന്നു. സ്വർഗമെന്ന സ്ഥലത്ത് നിന്ന് പട്ടിണിയുള്ള, മരണമുള്ള, രോഗമുള്ള ഈ താണഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. എന്തിനാണെന്നറിയാമോ? ഇവിടെയുള്ള സാധാരണ മനുഷ്യരെ, ഇവിടെയുള്ള മരണത്തിന് അടിമപ്പെടുന്ന നമ്മെപ്പോലുള്ളവരെ ദൈവമക്കളായിട്ട് മാറ്റാൻ. ഇന്ന് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് പരിശുദ്ധാത്മാവ് വെക്കുക. എന്താണെന്നറിയാമോ ചോയ്സ്? ദൈവമക്കളായി മാറണോ വേണ്ടായോ? നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ നേർച്ച കാഴ്ചകൾ കൊണ്ട് ദൈവമക്കളായി തീരാൻ പറ്റത്തില്ല. ദൈവമക്കളായി തീരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അവൻ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും. നിങ്ങൾ തെറ്റായ വഴിയിൽ സഞ്ചരിച്ചത് കൊണ്ട് അവന്റെ കാലുകളിൽ 8 ഇഞ്ച് നീളമുള്ള ആണി അടിച്ചു. തെറ്റായ കാര്യങ്ങൾ ചിന്തിച്ചത് കൊണ്ട് അവന്റെ തലയിൽ 2 ഇഞ്ച് നീളമുള്ള വലിയ മുൾക്കിരീടം വെച്ചവർ ആഞ്ഞടിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത് ആ ആണി, ആ മുള്ള് അവന്റെ ഇടത്തെ കണ്ണിൽ നിന്ന് തുളച്ചിറങ്ങി കൃഷ്ണമണി തൂങ്ങിക്കിടന്നു. കുടിക്കാൻ വെള്ളം പോലും കൊടുത്തില്ല. നിങ്ങളുടെ ഷെയിം മാറ്റാൻ, നിങ്ങളുടെ ലജ്ജ മാറ്റാൻ അവൻ ലജ്ജയെ വഹിച്ചു. അവൻ നഗ്നനായി മാറി. നിങ്ങളുടെ രോഗത്തിന് പകരം അവൻ രോഗിയായി. നിങ്ങളുടെ മരണത്തെ അവൻ തന്റെ മരണം, ശരീരത്തിൽ മരണമായിട്ട് ഏറ്റെടുത്തു. പ്രിയ മോനെ, മോളെ, ഇന്ന് നിന്റെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ട്. ദൈവത്തിന്റെ കുഞ്ഞായി മാറാമോ? യേശു നിനക്ക് വേണ്ടി മരിച്ചെന്നും നീ ഒരു പാപിയാണെന്നും വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പുതുക്കം തരികയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവദാസന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരണം. അധ്യാപകർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ചേർന്ന് ആരും ഇരിക്കരുത്, ഒന്ന് എഴുന്നേരുത്. എല്ലാ കണ്ണുകളും അടയുമ്പോൾ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, കൂട്ടുകാരെ, കുഞ്ഞുങ്ങളെ, ചിന്തിക്കാൻ ശേഷിയുള്ള കുഞ്ഞുങ്ങളെ, യേശുവിനോടൊപ്പം ഒരു പുതിയ തുടക്കം തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവത്തിന്റെ മകനെന്ന പേര്, ഐഡന്റിറ്റി കിട്ടാൻ തയ്യാറാണോ? യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വലത് കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? സ്വർഗം ഒന്ന് കാണട്ടെ.
യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കണ്ണുകളെല്ലാം അടയ്ക്കണം, ആരും കണ്ണുകൾ തുറന്നു നോക്കരുത്. സ്വർഗം സന്തോഷിക്കുന്ന സുദിനമാ. നിങ്ങൾക്ക് വേണ്ടി ഈ പാസ്റ്റങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങൾ പ്രാർത്ഥിച്ചോണം, കണ്ണടച്ച് പ്രാർത്ഥിച്ചോണം. യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ മുഴുവൻ മാറ്റുന്നതാ, നിങ്ങളുടെ ഭാവിയെ മുഴുവൻ മാറ്റുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഈ മഴക്കാല ശാരോനിൽ നടന്ന ഈ VBS നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ നാഴികക്കല്ലായി മാറാൻ പോകുക. കർത്താവെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. കരങ്ങളെ ഒന്ന് താഴ്ത്തിയിട്ട് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാൻ പോകുക. കർത്താവിന്റെ കൽപ്പനയാവുന്ന സ്നാനം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന തിരുവചനത്തിന്റെ കൽപ്പന പ്രകാരം സ്നാനപ്പെടാനായിട്ട് അവസരങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും മാറ്റി മാറ്റി വെച്ചു. ഈ അവധിക്കാലത്ത് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാമെന്ന് താല്പര്യപ്പെടുന്നവർ മാത്രം, മുതിർന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചു, എല്ലാ കണ്ണുകളും അടയ്ക്കണം. കണ്ണുകൾ ആരും തുടക്കരുത്. നിങ്ങളുടെ വലുതുവരെന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഞാൻ കർത്താവിന്റെ കൽപ്പനയാവുന്ന സ്നാനം അനുസരിക്കും. ദേവദാസന്മാരൊന്ന് നോട്ട് ചെയ്യണമേ. എനിക്ക് ഇവരെല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ഇവർ ഫോളോ അപ്പ് ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ താഴ്ത്തിയിട്ടാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കരങ്ങളെ താഴ്ത്തി വെച്ച മോനെ. എല്ലാ കണ്ണുകളും അടച്ച് ആരും സംസാരിക്കാതെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ നിങ്ങൾ എന്നോട് ചേർന്നെന്ന് പറയുക. കുഞ്ഞുങ്ങളെ, പ്രിയ യേശുവേ, അങ്ങയുടെ മകനായ എനിക്ക് ഈ VBSൽ സംബന്ധിക്കുവാനും ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുവാൻ യേശു കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന്, അവിടുത്തെ രക്തം കൊണ്ട് എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുമെന്നും അറിയുവാൻ ഈ VBS മുഖാന്തരമായതുകൊണ്ട് നന്ദി പറയുന്നു. യേശുവേ, ഇനിയുള്ള എൻ്റെ ജീവിതം അങ്ങയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയ സിംഹാസനം അങ്ങയ്ക്കായി മനസ്സോടെ തുറന്നു തരുന്നു. അങ്ങ് എന്നിൽ വസിക്കണമേ. അങ്ങയുടെ മകനായി അന്ത്യം വരെ ജീവിപ്പാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. എൻ്റെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. നല്ല മാതൃകയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രിയ കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ VBSലെ പ്രിയ കുഞ്ഞുങ്ങൾ കടന്നു വന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടു. കർത്താവേ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ അവിടുന്ന് ആദരിക്കുകയും അനുഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമേ. കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുന്നൊരു നല്ല ജീവിതം നയിപ്പാൻ മാതൃകയോടെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ നാമത്തിൽ വേണ്ടി നിലകൊള്ളുവാൻ ഓരോരുത്തരെയും ഇവിടുന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കുവാൻ തീരുമാനമെടുത്തവർ എല്ലാവരെയും കർത്താവിൻ്റെ കരുത്തിൽ സമർപ്പിക്കുന്നു. ഇതിന് മുഖാന്തരങ്ങളായ കർത്താവിൻ്റെ ദാസന്മാരെയും എക്സൽ മിനിസ്ട്രീസിനെയും മണക്കാല സഭയെയും VBS ചുമതലക്കാരെയും എല്ലാം ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തോടെ ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് ദൈവകരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഉറക്കൊരു മൂന്നല്ലേ പറഞ്ഞേ? ഒന്നും കൂടെ ഉറക്കേ, ഒന്നും കൂടെ ഉറക്കേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂര് മണക്കാലയിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ്. ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ നമ്മുടെ VBS എക്സലിൻ്റെ VBS ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് 200-ലധികം കുഞ്ഞുങ്ങളുണ്ട്, 20-ലധികം അധ്യാപകരുണ്ട്, വോളണ്ടിയേഴ്സ് അനേകം പേരുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹമായിട്ട് നമ്മുടെ VBS നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവരുടെ ഫീഡ്ബാക്കുകളൊന്ന് കേൾക്കാം. നമുക്ക് അവരോട് തന്നെ VBSന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കമോൺ. നമ്മുടെ VBSന്റെ ഹെഡ് മിസ്സസ് നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചറിനോട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ ഇപ്രാവശ്യത്തെ VBS?
വളരെ നല്ലതായിരുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, കുഞ്ഞുങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ഈ ചൂടിന്റെ പ്രയാസത്തിലാണേലും ഇത്രയും കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്നു, വളരെ നല്ലതായിരുന്നു. ഓക്കെ, കുഞ്ഞുങ്ങളുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്? നിങ്ങളോടുള്ള ബന്ധത്തിൽ അവരെന്താണ് പറയുന്നത്? അവർക്ക് വളരെ സന്തോഷമാണ്. BBS തീരണ്ടെന്നാണ് അവര് പറയുന്നത്. തീരണ്ടെന്നാണ് പറയുന്നത്. വേണമെന്ന് അവര് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ, ഹായ് ഹായ്, പേരെങ്ങനെയാണ്? ശോഭിത, ഏ? ശോഭിത, ശോഭിത, ഷാരോൺ, ഷാരോൺ, അബിയ, അബിയ, ആമോസ്. ആമോസ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ VBS? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നോ? കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തോ? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? എന്തൊക്കെ കാര്യങ്ങളാണ്? പാട്ടും ആക്ഷൻ സോങ്ങും. പാട്ടും ആക്ഷൻ സോങ്ങും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങൾ അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഹാപ്പി ആണല്ലോ? നമ്മുടെ കൂടെ ഇവിടുത്തെ സീനിയേഴ്സ് കുഞ്ഞുങ്ങളായിട്ട് ഉള്ളവരുണ്ട്. നമുക്ക് അവരോട് അവരുടെ ഫീഡ്ബാക്കുകൾ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ VBS? എങ്ങനെ ഉണ്ടായിരുന്നു? VBS എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യ ദിവസം അതിൽ 2 ദിവസമായിട്ട് വന്നത്, പക്ഷെ 2ാം ദിവസം ഫുൾ അടിപൊളിയായിരുന്നു. എല്ലാം ഇതുവരെ അടിപൊളിയായിരുന്നു. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ VBS പഠിച്ചത്? ഡാൻസ്, നല്ല പാട്ടുകൾ പഠിച്ചു. മറ്റുള്ളവരോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറണമെന്ന ക്ലാസ്സിലൂടെ ഒക്കെ പഠിച്ചു. ദൈവത്തെ പറ്റി കുറച്ചുകൂടെ അറിയാൻ സഹായിച്ചു. ഓക്കെ. നിങ്ങളുടെ അധ്യാപകർ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അധ്യാപകർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അധ്യാപകരായിരുന്നു. മൊത്തത്തിൽ നിങ്ങൾക്ക് VBS അടിപൊളിയായിരുന്നു? മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ VBSന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നതെല്ലാം ഇവരാണ്. നമുക്ക് അവരോട് അവരുടെ ഫീഡ്ബാക്കുകൾ ചോദിക്കാം. കാരണം എപ്പോഴും വണ്ടിയിൽ അവരാണ് യാത്ര ചെയ്യുന്നത്. അവരോട് കുഞ്ഞുങ്ങൾ പറഞ്ഞതായ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ഫീഡ്ബാക്കുകൾ? കുഞ്ഞുങ്ങൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു? കുഞ്ഞുങ്ങളെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. കെട്ടനും മട്ടിലും വ്യത്യസ്തമായ ഒരു VBS ആയിരുന്നു മണക്കാല ഷാരോൺ എക്സൽ VBS. ഏകദേശം 200ഓളം കുട്ടികൾ പങ്കെടുത്തു. ഏകദേശം 70% കുട്ടികൾ ക്രിസ്തു യേശുവിനെ അവരുടെ രക്ഷിതാവായി സ്വീകരിച്ചു. 50ഓളം കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാനായി തീരുമാനിച്ചു. 40-ലധികം കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. ആത്മികമായും ഭൗതികമായും ആനന്ദത്തിന്റെയും ആത്മീയതയുടെയും നിറവാർന്ന ഒരു അനുഭവം ഡയറക്ടേഴ്സായ ഞങ്ങൾക്ക് ലഭിച്ച മനോഹരമായ ഒരു VBS.